കഴിഞ്ഞ ഒരാഴ്ചകളിലായി ദേശീയ മാധ്യമങ്ങളിലും ലോക്കൽ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ നമ്മളെ പിടിച്ചു കുലുക്കുന്നൊരു വാർത്തയാണ് 480-ലധികം മരണങ്ങൾ, കൊലപാതകങ്ങൾ സംഭവിച്ചിരുന്നുവെന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഈ സംഭവം നടക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലവുമായി ചേർന്നിട്ടാണ്. ആ അമ്പലം നിലനിൽക്കുന്നത് കർണാടകയിലെ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രം നിരവധി ആളുകൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഒരു ദിവസം തന്നെ 50,000-ലധികം ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന, ആയിരക്കണക്കിന് ആളുകൾ അവിടെ ക്യൂ നിന്ന് ഭക്തിയോടുകൂടി നമ്മളെല്ലാം ഈ പറയുന്ന പോലെ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് മഞ്ജുനാഥ സ്വാമി ടെമ്പിൾ. ആ ടെമ്പിളിനകത്തുണ്ടായിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തലിൽ അദ്ദേഹം പറയുന്നത് 480ഓളം വരുന്ന ആളുകളുടെ ഡെഡ് ബോഡികൾ, അതായത് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കുഴിച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഭീഷണിയുടെ പുറത്ത് എന്നുള്ളതാണ്. 1985-നും 2014-നും ഇടക്കാണ് അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് നേരെ തന്നെ ഒരു പെൺകുട്ടിക്ക് തന്നെ വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടാവുകയും ഇതുപോലെ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ മനസ്സുമടുത്ത് ഒടുവിൽ അയാൾ അവിടെ നിന്ന് ഒളിച്ചോടി. ആ ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിന് മുൻപ് അദ്ദേഹം നിരവധി പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം വെളിപ്പെടുത്തിയെങ്കിലും തിരിച്ചവിടെ നിന്ന് കിട്ടിയത് നല്ല അടിയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ദളിതനായ ഈ ശുചീകരണ തൊഴിലാളിക്ക് അടി കിട്ടിയെന്ന് മാത്രമല്ല, ഇത് പുറത്തെവിടെയെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയുടെ പുറത്ത് അദ്ദേഹം 2014 ധർമ്മസ്ഥല എന്ന് പറയുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു സംസ്ഥാനത്ത് അദ്ദേഹം ഒളിവിൽ പാർക്കുന്നു. ഇപ്പം അദ്ദേഹം 164 പ്രകാരം സ്വന്തം മനസാക്ഷിക്കുത്തുകൊണ്ട് കോടതിക്ക് മുമ്പിൽ മൊഴി കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പറയുന്ന ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വീഡിയോകൾ, കൃത്യമായി പറഞ്ഞാൽ 2200ഓളം വരുന്ന വീഡിയോകൾ, ന്യൂസ് മിനിറ്റിൻ്റെ അടക്കമുള്ള മറ്റ് നിരവധി ചാനലുകളുടെ അടക്കം വീഡിയോകൾ ആളുകൾക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കോർട്ട് ഓർഡറുകൾ മുഖേന ഗാഗ് ഓർഡർ നിലവിലുണ്ട് എന്ന് മാത്രമല്ല, ജോൺ ഡോ ഓർഡർ എന്ന് പറയുന്ന ഓർഡറുകളും നിലവിലുണ്ട്. എന്ന് പറഞ്ഞാൽ പേരറിയാത്ത ഒരാൾക്ക് പോലും ഡിഫാമേറ്ററി ആയിട്ട് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ടെമ്പിളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഭരിക്കുന്ന ആളുകളെ കുറിച്ചോ തന്നെ ഒരു കാര്യവും തന്നെ ഡിഫാമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട വിഷയമായി മാറിയത് ഫെബ്രുവരി 27, അതായത് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് സമീർ MD എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, 25 വയസ്സുകാരൻ, സ്വന്തം ചാനലിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദൂത എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം, കേവലം 9 മാസമായുള്ള ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 11 ലക്ഷത്തിലധികം വരുന്ന സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ട്. ചില വീഡിയോകൾക്ക് വലിയ തോതിലുള്ള വ്യൂവർഷിപ്പുമുണ്ട്. കാരണം ഈ 9 മാസങ്ങൾ കൊണ്ട് ഏതാണ്ട് 20 വീഡിയോകൾ മാത്രമേ അദ്ദേഹം ഇട്ടിട്ടുള്ളൂ. വളരെ കൃത്യമായി റിസർച്ച് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലിട്ട വീഡിയോ ഇത്തരത്തിൽ ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വീഡിയോ ഏതാണ്ട് 1,90,00,000-ലധികം ആളുകൾ കണ്ടപ്പോൾ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വരികയും അത് ഇന്ത്യ രാജ്യത്ത് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വീഡിയോയെ മാറ്റണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ നോട്ടീസും വന്നു. പക്ഷേ ഈ വീഡിയോയിൽ അദ്ദേഹം ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് വീണ്ടും 1,90,00,000 പേർ കാണുകയും വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു. ആ വീഡിയോ 39 മിനിറ്റുള്ള ആ വീഡിയോയിൽ ആദ്യം അദ്ദേഹം പറയുന്നത് സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ജീവിതമാണ്. ആ പെൺകുട്ടി SD കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ പഠിക്കുന്നു. ആ കോളേജിൽ നിന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലേക്ക് ഏതാണ്ട് 20 മിനിറ്റോളം നടക്കാനുണ്ട്. ആ നടക്കാനുള്ള പെൺകുട്ടി 2012 അതിദാരുണമായി കൊല്ലപ്പെടുന്നു. വൈകുന്നേരം 11 മണിക്ക് അവരുടെ അച്ഛനും അമ്മയും അടക്കമുള്ള നിരവധി ആളുകൾ, അതായത് 300ഓളം പേർ ഈ പെൺകുട്ടി അന്വേഷിച്ച് ഈവനിങ് മുഴുവൻ നടന്നതിന് ശേഷം അതിന് രാത്രിയാകുമ്പോൾ 11 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. പകരം അവർ പറയുന്നത് ഒരാൾ മിസ്സിംഗ് ആയാൽ 24 മണിക്കൂറെങ്കിലും കഴിയണം ഞങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരൂ എന്ന് പറഞ്ഞാണ് ഇവരെ തിരിച്ചയക്കുന്നത്. 2012 ഈ സൗജന്യ കൊല്ലപ്പെട്ടതിന് ശേഷം നിരവധി സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ സംഭവങ്ങൾ മുഴുവൻ ഞാനിവിടെ വിവരിക്കുന്നില്ല. സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ സന്തോഷ് റാവു അല്ല യഥാർത്ഥ പ്രതിയെന്നും
യഥാർത്ഥ പ്രതി മറ്റാരെങ്കിലും ആകാമെന്നുമുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് പ്രകാരം, അല്ലെങ്കിൽ കൃത്യമായി നമുക്കുള്ള ഇൻഫർമേഷൻ പ്രകാരം 2023 ഈ സന്തോഷ് റാവുവിനെ കുറ്റവിമുക്തനാക്കുന്നു. ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടെ ധർമ്മസ്ഥലയിൽ വരികയും പകരം അതിൻ്റെ കുന്നിന്മേലിൽ വലിയ വിഗ്രഹങ്ങളുണ്ട്, ബാഹുബലിയുടെ വിഗ്രഹങ്ങളുണ്ട്, അതിൻ്റെ അടത്തിയെന്നിരിക്കുകയും ആ കുന്നിലിരുന്ന ആളുകളെ ചില റൗഡികൾ വന്ന് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയും ആ റൗഡികൾ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ചില പോലീസ് കേസുകൾ ഉണ്ടാവുകയും ആ പോലീസ് കേസുകളിൽ ഇദ്ദേഹത്തെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അങ്ങനെ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സൗജന്യ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. യഥാർത്ഥ പ്രതി അദ്ദേഹമല്ല എന്നുള്ളതാണ് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് CIDയും പിന്നീട് CBIയും അന്വേഷിച്ച കേസിൽ ഏറ്റവും ഒടുവിൽ 2023 ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ കുറ്റവിമുക്തനാകുന്നു. 1977 വേദാവല്ലി എന്ന് പറയുന്ന ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനെത്തുന്നതിനെക്കുറിച്ചും പിന്നീട് അവിടെ മറ്റൊരു പ്രിൻസിപ്പളെ നിയമിക്കുന്നതിനെക്കുറിച്ചും ആ പ്രിൻസിപ്പളുടെ മതവും ജാതിയും നോക്കിയാണ് തീരുമാനിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ വേദാവല്ലിയും കൊല്ലപ്പെടുന്നു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം 1986 അവിടെ പത്മലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു. ആ പെൺകുട്ടി ഒരു CPM ലീഡറിൻ്റെ മകളായിരുന്നു. ആ മകളായിരുന്ന ആൾ കൊല്ലപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത്, അവിടെ ഈ CPM ലീഡർ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അദ്ദേഹത്തോട് പിൻവാങ്ങാൻ പറയുന്നു, പക്ഷെ പിൻവാങ്ങാൻ കഴിയില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ പത്മലത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. 55 ദിവസങ്ങൾക്ക് ശേഷം അവൾ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിൽ പല കൊലപാതകങ്ങളും നിരന്തരമായി അവിടെ നടക്കുന്നു. ഒരു ഗ്രാമീൺ ബാങ്ക് അവിടെ വരുന്നു. ആ ബാങ്കിൽ നിന്നും പലിശക്ക് ലോൺ കൊടുക്കരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നു ചില ആളുകൾ. പക്ഷേ പലിശക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ, അതായത് അവിടെ വേറൊരു പ്രൈവറ്റ് ബാങ്ക് ഉണ്ടെന്നും ആ പ്രൈവറ്റ് ബാങ്കുള്ള അതേ പലിശക്ക് തന്നെ നിങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞ് അവർ ഈ ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു. മാനേജർ അതിന് വഴങ്ങുന്നില്ല. ഏറ്റവും ഒടുവിൽ മാനേജറുടെ ഭാര്യ കൊല്ലപ്പെടുന്നു. ആ മാനേജറുടെ ഭാര്യ കൊല്ലപ്പെടുമ്പോൾ ആ മാനേജറുടെ ഭർത്താവ് തന്നെ, അതായത് ഈ പറയുന്ന ബാങ്ക് മാനേജർ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കാൻ ചെല്ലുന്നു. പക്ഷേ ബാങ്ക് മാനേജർ തന്നെ അറസ്റ്റിലാവുന്നു. ഇതിലേക്കെല്ലാം നയിക്കുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ധർമ്മസ്ഥലയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ചിലരുടെ സ്വാധീനമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, നിരവധി VIP പാസുകൾ വിറ്റുപോകുന്ന, വലിയ തോതിൽ സംഭാവന കിട്ടുന്ന ആ അമ്പലത്തിൻ്റെ, അതായത് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. അതായത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആ ട്രസ്റ്റ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹമാണ് അതിൻ്റെ അധിപനായിട്ട് അവിടെ ഇരിക്കുന്നത്. ആ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരാൾ നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള വലിയ സ്വാധീനമുള്ള, അതായത് രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ മെമ്പറാണ്, നോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യസഭാ മെമ്പറാണ് അദ്ദേഹം. കൂടാതെ അദ്ദേഹത്തിന് 2 വലിയ ബഹുമതികൾ, ഒന്ന് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ഗവൺമെൻറ് ആദരിച്ചിട്ടുണ്ട് നേരത്തെ നരസിംഹറാവുവിൻ്റെയൊക്കെ കാലത്ത്. ഇപ്പോൾ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം 2014ലോ 15ലോ ഒക്കെ തന്നെ അദ്ദേഹത്തിന് രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ നൽകിയും ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ആ ട്രസ്റ്റ് കൊണ്ടു നടക്കുന്നത്. കൂടാതെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള കർണാടക രത്ന അവാർഡ് എന്ന് പറയുന്ന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി മറ്റ് അവാർഡുകളുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള, വലിയ തോതിൽ സാമ്പത്തികമായ, അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു കുടുംബമാണ് അത് ഭരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ആ സ്ഥലത്താണ് 480-ലധികം വരുന്ന കൊലപാതകങ്ങൾ നടന്നുവെന്നും ആ കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്ത് ഈ പറയുന്ന പോലെ ആരും തന്നെ ഒരു തരത്തിലുള്ള പോലീസ് നടപടികളും ഉണ്ടായിട്ടില്ല എന്നും ആ കൊലപാതകങ്ങളിലെ ചില അസ്ഥികൂടങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞൊരു ശുചീകരണ തൊഴിലാളി പുറത്തേക്ക് വരുന്നതും ഒരു യൂട്യൂബ് വീഡിയോ പുറത്തേക്ക് വിടുന്നതും ആ യൂട്യൂബ് വീഡിയോ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിൻവലിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഉത്തരവിടുന്നത്. അതിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒക്ടോബർ 2023 ഒരു ഗാഗ് ഓർഡർ വരികയും ഗവൺമെൻറ് ഓർഡർ പ്രകാരം തന്നെ 2200ഓളം വരുന്ന വീഡിയോകൾ നിരവധി മാധ്യമങ്ങൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യേണ്ടി വരികയും ചെയ്തു. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നടരാജ് എന്ന് പറയുന്ന ഒരു സിറ്റി സിവിൽ ജഡ്ജ് തന്നെ ജോൺ ഡോ ഓർഡറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡെയുമായി ബന്ധപ്പെട്ടോ അത്തരം ആളുകളായി ബന്ധപ്പെട്ടോ തന്നെ ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള പരാമർശവും ഒരു കാരണവശാലും ഒരു മാധ്യമങ്ങളിലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ജോൺ ഡോ ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരറിയാത്ത ആളുകൾ, സാധാരണ ഇപ്പോൾ ഒരു പേരറിഞ്ഞ ആളുകൾ നമ്മൾ കൊടുത്താൽ ഡിഫമേറ്ററി ആയിട്ട് ഓർഡർ കൊടുക്കാം. പക്ഷേ ഇത് പേരറിയാത്ത ആർക്കും തന്നെ ഇത്തരത്തിൽ തന്നെ ഒരു തരത്തിലുള്ള വീഡിയോയോ ഒരു പരാമർശങ്ങളോ മാധ്യമങ്ങളിലോ തന്നെ കൊടുക്കാൻ കഴിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ പേര് പോലും അറിയാത്ത 70ഓളം വരുന്ന മാധ്യമങ്ങളുടെ പുറത്തൊരു കേസ് വരികയും ആ 70ഓളം മാധ്യമങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞാൽ ഇനി നടത്തുന്ന അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഈ 480 പേരുടെയും കൊലപാതകങ്ങളുടെ കഥകൾ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അതിൽ തന്നെ ഇത്രയും കാലം കഴിഞ്ഞതുകൊണ്ട്, അതായത് ചില കൊലപാതകങ്ങൾ ഇയാൾ 1985 അതുപോലെ തന്നെ ഈ പറയുന്ന 2014 അടക്കമുള്ള കൊലപാതകങ്ങളെക്കുറിച്ചാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തയാൾ സൂചിപ്പിച്ചിട്ടുള്ളത് 1977 നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് പോലുമാണ്. ഈ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന അവിടെ നിന്ന് ഏതാണ്ട് 70-ലധികം കിലോമീറ്ററുകളുണ്ട് ഈ ധർമ്മസ്ഥലയിലേക്ക്. ആ ബെൽത്തങ്ങാടിയിൽ മാത്രമേ 2014 വരെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിനുശേഷമാണ് ധർമ്മസ്ഥലയിലേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ പോലും വരുന്നത്. അവിടെ വലിയ തോതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന് മരിച്ചു വീഴുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മരിച്ചു വീഴുന്ന ആളുകളൊക്കെ തന്നെ റോഡിൽ കിടക്കുകയും അവരെ വളരെ ലളിതമായി കണ്ടുകൊണ്ട് തന്നെ അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ തന്നെ ഈ കൊലപാതകങ്ങൾ മൂടി വെക്കാൻ ഈ കൊല ചെയ്തവരൊക്കെ തന്നെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ എല്ലാറ്റിൻ്റെയും പിറകിൽ ഒരു വലിയ മാഫിയ സംഘം വളർന്നിരുന്നുവെന്നും ഈ കൊലപാതകം നടത്തിയിട്ടുള്ള പല സ്ത്രീകളുടെയും ബോഡികൾ വലിയ തോതിൽ മോശപ്പെട്ട രീതിയിലാണ് ഏറ്റവും രണ്ടാമത് കാണപ്പെട്ടതെന്നും അങ്ങനെയാണ് ഇതൊന്നും ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള കുറ്റബോധം പേറിക്കൊണ്ട് ആ ശുചീകരണ തൊഴിലാളി മരിച്ചതെന്നും ചില ഡെഡ് ബോഡികളിൽ തുണിയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കാലിലും അതുപോലെ കൈകളുമൊക്കെ കൂട്ടിക്കെട്ടിയ നിലകളിലായിരുന്നുവെന്നും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഡെഡ് ബോഡിയൊക്കെ അഴുകിപ്പോയതിനു ശേഷവും തുണികളില്ലായതിനു ശേഷവും ആ പ്ലാസ്റ്റിക് ചരടുകളിലെ കെട്ടുകളൊക്കെ അങ്ങനെ തന്നെ നിന്നിരുന്നുവെന്നും അതിപ്പോഴും എന്നെ ഉറക്കമില്ലാതെ എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിലേക്ക് നയിച്ച വലിയ കലാപമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ഏറ്റെടുക്കാനുള്ള കാരണം 25 വയസ്സുകാരനായ സമീർ MD നടത്തിയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഇപ്പോൾ ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയില്ല, കാരണം ഇന്ത്യയിൽ അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു കോർട്ട് ഓർഡർ പ്രകാരം. അതുകൊണ്ട് ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സമീറിൻ്റെ 1.9 കോടിയോളം വരുന്ന, അതായത് ഏതാണ്ട് 1,90,00,000 പേര് കണ്ടിട്ടുള്ള ആ വീഡിയോയിലൂടെയാണ് ആളുകൾ ഇതെല്ലാം തന്നെ അറിഞ്ഞത്. പക്ഷെ ആ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളുടെ പേരും പരാമർശിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആ പേരുകളൊക്കെ തന്നെ അദ്ദേഹം മാറ്റിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ ഡിഫമേറ്ററി ആണെന്ന് പറഞ്ഞ് കേസിലേക്ക് പോവുകയും ആ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എസ് നടരാജിൻ്റെ അടുത്ത് തന്നെ മിക്കവാറും ഈ കേസുകളൊക്കെ തന്നെ ചെല്ലുകയും ആ കേസുകളിൽ ഉടൻ തന്നെ ഓർഡർ ഇടുകയും ചെയ്തു എന്നുള്ളതും വാസ്തവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ വരും 11 മാസങ്ങൾ കൊണ്ട് 9 വീഡിയോകളിലൂടെ 11.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ 1,90,00,000 വ്യൂസ് ഒരു വീഡിയോക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ MD സമീർ MD എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു മുസ്ലിം പേരുകാരനോ നാമധാരിയോ ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഇത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തിനെയും മഞ്ജുനാഥ ക്ഷേത്രത്തിനെയും ഒക്കെ തന്നെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിനെയും ഒക്കെ തന്നെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെയുള്ള വലിയ പ്രചാരണവും ആദ്യം ഉണ്ടായെങ്കിൽ പിന്നീട് അതിനുശേഷം നാഷണൽ മീഡിയയും അതുപോലെ തന്നെ ലോക്കൽ മീഡിയാസും ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു വാർത്തയായി മാറിയതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ധ്രുവറാത്തിയെയും സമീർ MDയൊക്കെ പോലെയുള്ള വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വലിയ പങ്കുവഹിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിൽക്കുന്ന സംഭവമാണെങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ മുഴുവൻ ആളിപ്പടരുകയാണ് സമീർ MDയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളിയും കൊളുത്തിവിട്ടിട്ടുള്ള തീ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തീ ഇന്ത്യ മുഴുവൻ ആളിക്കത്തുന്ന തീയിൽ ജനരോഷം ഉയർന്നു വരട്ടെ എന്നും ആ ജനരോഷം ഉയർന്നു വരുമ്പോൾ ഇത്രയും കാലം, അതായത് പതിറ്റാണ്ടുകളോളം നിരവധി കൊലപാതകങ്ങൾ നടത്തി അതിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന പ്രബലന്മാരാരാണ് എന്നുള്ളത് ജനത്തിന് തിരിച്ചറിയാനുള്ള രീതിയിൽ അന്വേഷണം നടക്കുമെന്നും ആ അന്വേഷണങ്ങളിൽ ഒരു 10 എണ്ണത്തിൻ്റെയെങ്കിലും ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുമാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവിടെ പോലീസുകാർ പോലും ഭയപ്പെട്ട, എൻ്റയർ ഭരണ സംവിധാനങ്ങൾ തന്നെ ഭയപ്പെട്ട,
ഏറ്റവും ഒടുവിൽ CBI പോലും ഈ പറയുന്ന പോലെ കേസുകൾ റാവു എന്ന് പറയുന്ന ഒരാൾ പ്രതിയല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത, എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയ നൂറുകണക്കിന് മരണങ്ങൾക്ക് തീർച്ചയായും ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ ഉത്തരവാദികൾ ഉത്തരം പറയേണ്ടി വരും. ഒരു കാര്യം നമ്മൾ പക്ഷേ ഉറപ്പാണ്, ഇതിൻ്റെ പുറകിലുള്ളത് പ്രബലരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയക്കാരിലുമൊക്കെ ഒരുപോലെ സ്വാധീനമുള്ള ആ വ്യക്തികൾ തീർച്ചയായിട്ടും ഇത്രയും കാലം ഇത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിനടുത്തുള്ള മരണങ്ങളെയും ഒക്കെ തന്നെ മൂടി വെക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മിക്കവാറും തന്നെ തിരിച്ചറിയാൻ കഴിയും ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന്. ഇതിനേക്കാൾ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം കോടതികളിൽ നിന്നുള്ള ഗാഗ് ഓർഡറുകളും ജോണ്ടോ ഓർഡറുകളും ഉള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, സാമാന്യ ബുദ്ധിയുള്ളവർ ഇതെന്തായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷയോടെ നിർത്തുന്നു. തൽക്കാലം വിടാം.